സോ വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫറിൽ അടുത്തത് നമ്മൾ പറയുന്നത് ഹോസ്റ്റിനെ കോമ്പിറ്റൻ്റ് ആക്കി കഴിഞ്ഞാൽ വേറെ ഏത് രീതിയിലാണ് ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. അതിലൊന്നാണ് മൈക്രോ ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ്. സോ മൈക്രോ ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞ മെത്തേഡിൽ നമ്മൾ റീകോമ്പിനൻ്റ് DNA ഡയറക്റ്റായിട്ട് അനിമൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പേരിൽ തന്നെയുണ്ട് മൈക്രോ ഇഞ്ചെക്ഷൻ. സോ റീകോമ്പിനൻ്റ് DNA ഡയറക്ട്ലി ഇഞ്ചെക്റ്റഡ് into the nucleus of an animal cell using micropipette. So ഒരു മൈക്രോ പിപ്പറ്റിൻ്റെ സഹായത്തോടു കൂടി അനിമൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് റീകോമ്പിനൻ്റ് DNA ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനെയാണ് മൈക്രോ ഇഞ്ചെക്ഷൻ എന്ന് പറയുക. സോ മൈക്രോ ഇഞ്ചെക്ഷനിൽ എന്താണ് ചെയ്യുന്നത്? ഡയറക്റ്റായിട്ട് നമ്മൾ ഏത് ജീൻ അല്ലെങ്കിൽ DNA ഓഫ് ഇൻട്രസ്റ്റിനെയാണോ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഡയറക്റ്റായിട്ട് തന്നെ ആ അനിമൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോ പിപ്പറ്റ്. സോ മൈക്രോ പിപ്പറ്റിൻ്റെ സഹായത്തോടു കൂടി ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ് ആ DNA ഓഫ് ഇൻട്രസ്റ്റിനെ ഏത് സെല്ലാണോ അതിൻ്റെ ന്യൂക്ലിയസിലേക്ക്. അതുകൊണ്ട് അതിനെ മൈക്രോ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നു. സോ മൈക്രോ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് അനിമൽ സെല്ലുകളിലേക്ക് ഈ പറഞ്ഞ റീകോമ്പിനൻ്റ് DNA ഡെലിവറി ചെയ്യാനുള്ള ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. സോ മൈക്രോ ഇഞ്ചെക്ഷൻ ഫോർ അനിമൽ. സോ അനിമൽ സെല്ലിലേക്ക് റീകോമ്പിനൻ്റ് DNA ഇഞ്ചെക്റ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് മൈക്രോ ഇഞ്ചെക്ഷൻ. അടുത്തത് പ്ലാന്റ്സിന് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ബയോലിസ്റ്റിക്സ് ഗൺ മെത്തേഡ് അല്ലെങ്കിൽ ജീൻ ഗൺ എന്ന് പറയുന്നു. ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ എന്ന് പറയുന്നത് പ്ലാന്റ്സിന് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. സോ പ്ലാന്റ്സിൽ നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് അല്ലെങ്കിൽ ടങ്സ്റ്റൻ ഒരു 1 മുതൽ 2 മൈക്രോമീറ്റർ 1 to 2 മൈക്രോമീറ്ററാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന ഗോൾഡ് ആൻഡ് ടങ്സ്റ്റൻ്റെ ആ മൈക്രോ പാർട്ടിക്കിൾസ് എന്നതുകൊണ്ട്. സോ മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് അഥവാ ടങ്സ്റ്റൻ. സോ ഗോൾഡ് ആൻഡ് ടങ്സ്റ്റൻ്റെ മൈക്രോ പാർട്ടിക്കിൾസ് ഞാനിപ്പോൾ പറഞ്ഞ 1 to 2 മൈക്രോമീറ്റർ വരെയുള്ള ആ മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡ് ആൻഡ് ടങ്സ്റ്റൻ ദാറ്റ് ഈസ് കോട്ടഡ് വിത്ത് അതിനെ കോട്ട് ചെയ്യുന്നത് എന്ത് വെച്ച് വിത്ത് ഫോറിൻ DNA നമ്മുടെ ഏലിയൻ അല്ലെങ്കിൽ ഫോറിൻ DNA ആയിട്ട് ഈ ഗോൾഡ് ആൻഡ് ടങ്സ്റ്റൻ പാർട്ടിക്കിൾസിനെ കോട്ട് ചെയ്യുന്നു. ആൻഡ് ആർ ബൊംബാർഡഡ് വിത്ത് എന്നിട്ട് എന്ത് ചെയ്യുന്നു അതിനെ ഹൈ വെലോസിറ്റിയോടുകൂടി പ്ലാന്റ് സെല്ലിലേക്ക് ബൊംബാർഡ് ചെയ്യുന്നു യൂസിങ് ഹീലിയം പ്രഷർ പാർട്ടിക്കിൾ ഗൺ ഡിവൈസ്. സോ ഹീലിയം പ്രഷറുള്ള ഒരു ഗൺ ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി ഈ മൈക്രോ പാർട്ടിക്കിൾസ് ഓഫ് ഗോൾഡും ടങ്സ്റ്റനും ഈ ഫോറിൻ DNAയുമായിട്ട് കോട്ട് ചെയ്തിട്ട് പ്ലാന്റ് സെല്ലിലേക്ക് ബൊംബാർഡ് ചെയ്യുന്നു. അതാണ് ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ എന്ന് പറഞ്ഞ മെത്തേഡ്. സോ ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗണ്ണിൽ എന്താണ് ചെയ്യുന്നത്? ഗോൾഡ് ആൻഡ് ടങ്സ്റ്റൻ്റെ മൈക്രോ പാർട്ടിക്കിൾസിനെ ഫോറിൻ DNAയുമായിട്ട് കോട്ട് ചെയ്തിട്ട് അതിനെ ഹൈ വെലോസിറ്റിയോട് കൂടിയിട്ട് പ്ലാന്റ് സെല്ലിലേക്ക് ബൊംബാർഡ് ചെയ്യുന്നു. ആ ബൊംബാർഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഹീലിയം പ്രഷറുള്ള ഒരു ഗൺ ഡിവൈസാണ്. സോ ഹീലിയം പ്രഷറുള്ള ഒരു ഗൺ ഡിവൈസിൻ്റെ സഹായത്തോടു കൂടി ഈ പറഞ്ഞ ഫോറിൻ DNA കോട്ടഡ് വിത്ത് നമ്മുടെ ഗോൾഡ് ആൻഡ് ടങ്സ്റ്റഡ് ആയിട്ടുള്ള മൈക്രോ പാർട്ടിക്കിൾസിനെ പ്ലാന്റ് സെല്ലിലേക്ക് ബൊംബാർഡ് ചെയ്യുമ്പോൾ അതും ഒരു ജീൻ ട്രാൻസ്ഫറാണ്. സോ വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫർ ഇൻ പ്ലാന്റ്സിന് ഒരു എക്സാമ്പിളാണ് ബയോലിസ്റ്റിക്സ് അഥവാ ജീൻ ഗൺ മെത്തേഡ്. അതേസമയം മൈക്രോ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത് ആ അനിമൽ സെല്ലിൻ്റെ ന്യൂക്ലിയസിലേക്ക് റീകോമ്പിനൻ്റ് DNA ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് അനിമൽസിനുള്ള എക്സാമ്പിളാണ് മൈക്രോ ഇഞ്ചെക്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൈക്രോപിപ്പറ്റ്. അതേസമയം ജീൻ ഗൺ അഥവാ ബയോലിസ്റ്റിക്സ് എന്ന് പറയുന്നത് പ്ലാന്റ്സിലേക്ക് നമ്മുടെ ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യണം ഡെലിവറി ചെയ്യണമെങ്കിൽ അതിന് വേറെ സഹായം വേണം. ഏതാണ്? ഗോൾഡ് ആൻഡ് ടങ്സ്റ്റൺ മൈക്രോ പാർട്ടിക്കിൾസ് വേണം, ഹൈ വെലോസിറ്റിയോടുകൂടി വേണം പ്ലാന്റ് സെല്ലിലേക്ക് ബൊംബാർഡ് ചെയ്യണേ. അതിന് സഹായിക്കുന്നത് ഹീലിയം പ്രഷറോട് കൂടിയ ഒരു ഗൺ ഡിവൈസാണ്. അതുകൊണ്ടാണ് അതിനെ ജീൻ ഗൺ മെത്തേഡ് അഥവാ ബയോലിസ്റ്റിക്സ് ഗൺ മെത്തേഡ് എന്ന് പറയുന്നത്. സോ പ്ലാന്റ്സിന് വേണ്ടിയുള്ള മെത്തേഡാണ് വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫറിൻ്റെ മെത്തേഡിൻ്റെ എക്സാമ്പിളാണ് ബയോലിസ്റ്റിക്സ് ജീൻ ഗൺ. അതുപോലെ അനിമൽസിന് വേണ്ടിയുള്ളതാണ് മൈക്രോ ഇഞ്ചെക്ഷൻ. ഇനി അടുത്തത് ഡിസാംഡ് പാത്തോജൻ വെക്റ്റർ. ഈ പാത്തോജൻസിൻ്റെ പാത്തോജെനിസിറ്റിനെ റിമൂവ് ചെയ്യുമ്പോഴാണ് ഡിസാംഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ പാത്തോജെനിസിറ്റിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഡിസാംഡ് പാത്തോജൻ വെക്റ്റർ എന്താണ്? പാത്തോജൻ വിത്ത് റീകോമ്പിനൻ്റ് DNA വെക്റ്റർ. ഈ റീകോമ്പിനൻ്റ് DNA വെക്ടറും പാത്തജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു ആൻഡ് അലൗ ടു ഇൻഫെക്ട് ദ സെൽ. എന്നിട്ട്
അതിനെ ആ റീകോമ്പിനൻ്റ് DNA അലോങ് വിത്ത് പാത്തജനെ എന്തുമായിട്ട് നമ്മുടെ സെല്ലുമായിട്ട് ഏത് ഹോസ്റ്റ് സെല്ലാണെങ്കിൽ അതുമായിട്ട് ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നു. അതോടുകൂടി ട്രാൻസ്ഫർ ദ റീകോമ്പിനൻ്റ് DNA ഇൻ ടു ദ ഹോസ്റ്റ് സെൽ. സോ ഇതിൻ്റെ ആ ഡെലിവറി ചെയ്യാനുള്ള ട്രാൻസ്ഫർ ചെയ്യാനുള്ള എബിലിറ്റി മാത്രം ഉപയോഗിക്കുന്നു. അതാണ് ഡിസ്ആംഡ് പാത്തജൻ വെക്റ്റർ. പാത്തോജെനിസിറ്റി അതിൻ്റെ ഇല്ലാണ്ടാക്കി, ഡിസാംഡ് ആക്കി, എന്നിട്ട് അതൊരു വെക്ടറായിട്ട് ആക്ട് ചെയ്യുന്നു. സോ അപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഈ പാത്തജനെ, ഡിസാംഡ് ആയിട്ടുള്ള പാത്തജനെ ട്രീറ്റഡ് വിത്ത് റീകോമ്പിനൻ്റ് DNA വെക്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതെന്തിനു സഹായിക്കുന്നു? അത് നമ്മുടെ റീകോമ്പിനൻ്റ് DNA നമ്മുടെ ഈ പറഞ്ഞ പാത്തോജൻ്റെ സഹായത്തോടു കൂടി സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുകയും അതോടൊപ്പം ഈ റീകോമ്പിനൻ്റ് DNA ഹോസ്റ്റ് സെല്ലിലേക്ക് ഇതിനെ റീകോമ്പിനൻ്റ് DNA ഡെലിവർ ചെയ്യാൻ, ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മൾ വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫറുകൾക്ക് എക്സാമ്പിളാണ്. സോ മൈക്രോ ഇഞ്ചക്ഷൻ ഇൻ അനിമൽസ്, ബയോളിസ്റ്റിക്സ് ഇൻ പ്ലാന്റ്സ്. ഇതാണെങ്കിൽ കോമൺ ആയിട്ട് ഏതിൽ വേണമെങ്കിൽ നമ്മൾ കൂടുതൽ പ്ലാന്റ്സിലും പറയാം. ഡിസാംഡ് പാത്തജൻ വെക്ടർ.